കുറച്ചധികം നാളുകളായി നമ്മൾ ചർച്ചകളിലും ഇലക്ഷൻ സമയത്തെല്ലാം കേട്ടുവരുന്ന ഒന്നാണ് ഡീപ് സ്റ്റേറ്റ് മോദി ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ ശ്രമിക്കുന്നു എന്നത്. എന്നാൽ ശരിക്കും എന്താണ് ഡീപ് സ്റ്റേറ്റ്? ശരിക്കും അങ്ങനെ ഒന്നുണ്ടോ? ആരൊക്കെയാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്? എന്താണ് അവരുടെ അജണ്ട? നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല അനിഷ്ട സംഭവങ്ങളിൽ ഡീപ് സ്റ്റേറ്റിന് പങ്കുണ്ടോ? ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. 2024 ഇലക്ഷൻ സമയം മുതൽ നമ്മൾ കേട്ടു തുടങ്ങിയതാണ് ഡീപ് സ്റ്റേറ്റ് മോദി ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ. എല്ലാം തുടങ്ങിയത് 2023 പുറത്തു വന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ടുകളിൽ നിന്നുമാണ്. അതുപ്രകാരം നരേന്ദ്രമോദിയുടെ അടുത്ത സുഹൃത്തും ബിസിനസ്സുകാരനുമായ ഗൗതം അദാനി സ്റ്റോക്ക് വാല്യുവേഷനിൽ തിരിമറി നടത്തി. റിപ്പോർട്ട് പുറത്തു വന്നതോടെ $100 ബില്യൺ നഷ്ടമാണ് അദാനി ഗ്രൂപ്പിന് ഉണ്ടായത്. കോൺഗ്രസ് പാർട്ടി ആവട്ടെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതൊരു പ്രചാരണായുധമാക്കി മാറ്റി. ഇതേപോലെ ചില ഇന്റർനാഷണൽ ന്യൂസിലൊക്കെ വാർത്തകൾ വന്നു, മോദി ഗവൺമെന്റ് പെഗസസ് എന്ന ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പല പ്രമുഖരുടെയും ഫോൺ കോൾസും ഫോൺ ഡാറ്റയും അടക്കം ചോർത്തിയെന്ന്. അതുപോലെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, 2023 BBC ഒരു 2 പാർട്ട് ഡോക്യുമെന്ററി റിലീസ് ചെയ്തു 2002 കലാപത്തിൽ മോദിയുടെ പങ്കൊക്കെ കാണിച്ചിട്ട്. ഇതിൽ നിന്നൊക്കെ കൃത്യമായ ഒരു അജണ്ട മോദി സർക്കാരിനെതിരെ പ്രവർത്തിച്ചു എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഇതിനു പുറമെയാണ് അമേരിക്കൻ ബില്യണറായ ജോർജ് സോറോസ് അദാനി ഇഷ്യൂ മോദി ഗവൺമെന്റിന്റെ പരാജയത്തിന് വഴിവെക്കും എന്നുകൂടെ പറഞ്ഞു. ഇതോടുകൂടെ ഇന്ത്യ ഗവൺമെന്റിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കാൻ തുടങ്ങി. ആരൊക്കെയാണ് ഡീപ് സ്റ്റേറ്റ്? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആരൊക്കെ ചേർന്നതാണ് ഡീപ് സ്റ്റേറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നാണ്. BJP ആരോപണങ്ങൾ പ്രകാരം നിരവധി വ്യക്തികളും സ്ഥാപനങ്ങളും ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമാണ്. BJP ആരോപിക്കുന്ന നമ്പർ 1 ഡീപ് സ്റ്റേറ്റ് ഭാഗം ജോർജ് സോറോസ് എന്ന അമേരിക്കൻ ഫിലാൻട്രോപ്പിസ്റ്റും ഫിനാൻഷ്യറും ഒക്കെ ആയ 93 വയസ്സുള്ള ഒരാളാണ്. നേരത്തെ പറഞ്ഞ അദാനി വിവാദമൊക്കെ കാരണം സോറോസ് എന്നും BJPയുടെ ശത്രുവാണ്. അവർ ആരോപിക്കുന്നത് ഇന്ത്യൻ ഡെമോക്രസി തകർക്കാൻ ആഗ്രഹിക്കുന്ന ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനെ തകർത്ത എക്കണോമിക് വാർ ക്രിമിനലാണ് സോറോസ് എന്നാണ്. ഇവിടുത്തെ ഫ്രിഞ്ച് ഗ്രൂപ്പുകൾക്കും പ്രതിപക്ഷത്തിനും ഫണ്ട് ഇറക്കുന്നത് വരെ ജോർജ് സോറോസ് ആണെന്ന് അവർ ആരോപിക്കുന്നു. സോറോസ് കഴിഞ്ഞാൽ രണ്ടാമത് വരുന്നത് ദ ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ട് പ്രൊജക്ട് എന്ന ഇന്റർനാഷണൽ ജേർണലിസ്റ്റുകളുടെ ഒരു കൺസോർഷ്യമാണ്. BJP പറയുന്നത് മോദി ഗവൺമെന്റിനെ തകർക്കാൻ ഡീപ് സ്റ്റേറ്റ് ആണ് OCCRPയെ സ്പോൺസർ ചെയ്യുന്നത് എന്നാണ്. മോദി പെഗസസ് സ്റ്റാർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എതിരാളികളുടെ രഹസ്യങ്ങൾ ചോർത്തുന്നു, അതുപോലെ അദാനികളുടെ കമ്പനികളിൽ കള്ളപ്പണം ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നൊക്കെ ഈ സംഘടനയാണ് പുറത്തുവിട്ടത്. ഈ സംഘടനയ്ക്ക് ഒരു പ്രധാന ഫണ്ടിങ് വരുന്നത് US ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് എന്ന US ഗവൺമെന്റ് ഏജൻസിയും ജോർജ് സോറോസ് വഴിയുമാണെന്നത് ഈ സംഘടന ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗം ആണെന്നുള്ള ആരോപണത്തിന്റെ ആക്കം കൂട്ടുന്നു. മൂന്നാമതായി BJP പ്രവർത്തകർ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായി കാണുന്നത് US ഗവൺമെന്റിനെയാണ്, പ്രത്യേകിച്ച് അവരുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. ജോർജ് സോറോസും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഡീപ് സ്റ്റേറ്റ് ഇന്ത്യ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് അവരുടെ പ്രധാന ആരോപണം. ഇന്ത്യയുമായി ഡീപ് സ്റ്റേറ്റ് ഒരു നിഴൽ യുദ്ധത്തിലാണ് എന്നാണ് ഇവരൊക്കെ പറഞ്ഞു വെക്കുന്നത്. നാലാമതായി പ്രതിപക്ഷത്തെ ചില ആളുകൾ മോദി ഗവൺമെന്റിനെ താഴെ ഇറക്കിയാൽ ഏറ്റവും അധികം ഗുണം ലഭിക്കുന്നത് പ്രതിപക്ഷത്തിനായതുകൊണ്ട് അവരാണ് BJP പ്രവർത്തകർ ഉന്നയിക്കുന്ന ഡീപ് സ്റ്റേറ്റിലെ അടുത്ത ഭാഗം. അതുപോലെ തന്നെ തുക്കടെ ഗ്യാങ്ങുകളും അർബൻ നക്സലുകളും ഇതിന്റെ ഭാഗമാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഇനി അഞ്ചാമതായി വരുന്നത് ഹിൻഡൻബർഗ് പോലെയുള്ള പല സ്ഥാപനങ്ങളും ഇന്ത്യയിലുള്ള പല ബിസിനസ്സുകാരെയും വേട്ടയാടുന്നു. ഹിൻഡൻബർഗ് എന്ന ഓർഗനൈസേഷൻ അദാനി ഗ്രൂപ്പിനൊക്കെ വേട്ടയാടിയത് നമ്മൾ കണ്ടതാണ്. ഇന്റർനാഷണൽ ഗ്രൂപ്പുകൾക്ക് ഭീഷണിയാകുന്ന എല്ലാ ഇന്ത്യൻ സ്ഥാപനങ്ങളെയും വൺ വേ ഓർ ദ അതർ ഒതുക്കാനുള്ള ശ്രമം കാലങ്ങളായി നടക്കുന്നുണ്ട്. പക്ഷെ ഇതിന് കാര്യമായ തെളിവുകളില്ല. വരുന്ന വാർത്തകളൊക്കെ കാണുമ്പോൾ ഇതൊക്കെ വിശ്വസിക്കാതെ തരമില്ലതാനും. എന്തിനാണ് ഡീപ് സ്റ്റേറ്റ് മോദി ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ ശ്രമിക്കുന്നത്? പൊളിറ്റിക്കൽ കോൺസ്പിറസികളിൽ പ്രചരിക്കുന്നത് മോദിയുടെ നേതൃത്വം പഴയ ഒരു ഓർഡറിൽ നിന്നുള്ള വ്യതിയാനത്തെയും ചില ആഗോള താല്പര്യങ്ങൾക്ക് ഭീഷണിയായും മാറിയിരിക്കുന്നു. ഇത് തിരിച്ചടിക്ക് കാരണമാകുന്നു. എന്തൊക്കെയാണ് പ്രധാന കാരണങ്ങൾ എന്ന് നോക്കാം ഇനി. മോദിയുടെ സാമ്പത്തിക നയങ്ങൾ ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിന് ഊന്നൽ നൽകുന്നു. ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുക, തന്ത്രപരമായ മേഖലകളിൽ പ്രാദേശിക കമ്പനികൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുക, വിദേശ ധനസഹായം നിയന്ത്രിക്കുക. രാഷ്ട്ര നിർമ്മാണ പദ്ധതികൾക്കായി അദ്ദേഹം വൻകിട ഇന്ത്യൻ വ്യവസായികളെ, അതായത് അദാനി, അംബാനി പോലെയുള്ളവരെ സമീപിച്ചിട്ടുണ്ട്. ഇന്ത്യ എന്ന രാജ്യത്തിന്റെ വലിയ വിപണിയിൽ ലാഭാവസരങ്ങളും സ്വാധീനവും കുറയുന്നതിനാൽ പാശ്ചാത്യ ശക്തികളും കോർപ്പറേഷനുകളും ഈ മാറ്റത്തെ എതിർക്കുന്നുവെന്ന് ഗൂഢാലോചന സിദ്ധാന്തക്കാർ വാദിക്കുന്നു. ഉദാഹരണത്തിന്, മുൻപ് വിദേശ വിൽപ്പനക്കാരെ പ്രതിരോധ സംഭരണം, ചില്ലറ വിൽപ്പന, കാർഷിക പരിഷ്കരണം തുടങ്ങിയ മേഖലകളിൽ അനുകൂലിച്ചിരുന്ന ചില ഇടപാടുകൾ
മോദി വീണ്ടും ചർച്ച ചെയ്യുകയോ റദ്ദാക്കുകയോ ചെയ്തു. ഡാറ്റ പ്രാദേശികവൽക്കരണത്തിനും ബിഗ് ടെക്കിൽ കൂടുതൽ നിയന്ത്രണത്തിനും അദ്ദേഹം പിന്തുണച്ചു. അത്തരം നീക്കങ്ങൾ ആഗോള കോർപ്പറേറ്റ് വരേണ്യവർഗത്തെ പ്രകോപിക്കുന്നതായി അവർ അവകാശപ്പെടുന്നു. അവർ പിന്നീട് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ നെഗറ്റീവ് കവറേജോ ആക്ടിവിസമോ സ്പോൺസർ ചെയ്തു. ഹിൻഡൻബർഗ് അദാനി എപ്പിസോഡ് ഇതിന്റെ ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നു. മോദിയുടെ കീഴിൽ ഇന്ത്യ സ്വതന്ത്രമായ ഒരു വിദേശ നയം പിന്തുടരുന്നു. ചില വിഷയങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടുകയും എന്നാൽ മറ്റു ചിലതിൽ വ്യക്തമായ വ്യത്യാസം കാണിക്കുകയും ചെയ്യുന്നു. റഷ്യയുമായുള്ള ഇന്ത്യയുടെ സൗഹൃദവും പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടയിലും അവരുടെ എണ്ണ വാങ്ങലുകളും ഉക്രൈൻ പോലുള്ള വിഷയങ്ങളിൽ പാശ്ചാത്യ സമ്മർദ്ദത്തിന് വഴങ്ങാൻ ഇന്ത്യ വിസമ്മതിച്ചതും രണ്ട് വ്യക്തമായ ഉദാഹരണങ്ങളാണ്. 2025 ട്രംപിന് കീഴിൽ US ഗവൺമെന്റ് ഇന്ത്യ റഷ്യൻ എണ്ണയുടെ തുടർച്ചയായ ഇറക്കുമതിയെ വ്യക്തമായി ചൂണ്ടിക്കാട്ടി ഉയർന്ന തീരുവകൾ ചുമത്തി. പാശ്ചാത്യ ജിയോ സ്ട്രാറ്റജിക് താല്പര്യങ്ങളുമായി ഇന്ത്യ പൊരുത്തപ്പെടാത്തപ്പോൾ ഈ താരിഫ് ഉയർത്തുന്നത് പോലുള്ള ശിക്ഷാ നടപടികളിലേക്ക് കടക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണെന്ന് പറയപ്പെടുന്നു. മോദിയുടെ കീഴിൽ ഇന്ത്യ മോസ്കോയുമായി കൂടുതൽ അടുക്കുകയും പാശ്ചാത്യ ആധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ബ്രിക്സ് പോലുള്ള ഫോറങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തതിൽ US ഗവൺമെന്റിലെ ചില വിഭാഗങ്ങൾ അല്ലെങ്കിൽ US കുറച്ച് ആളുകൾ അസന്തുഷ്ടരാണെന്ന് അവർ സൂചിപ്പിക്കുന്നു. മാത്രമല്ല ഇറാനുമായുള്ള ബന്ധവും നമ്മൾ ശക്തിപ്പെടുത്തി. ഉദാഹരണത്തിന് ചബഹാർ തുറമുഖം വികസിപ്പിക്കൽ, ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതുവരെ ഇറാനിയൻ എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യ ഉറച്ചു നിന്നു. മോദിയുടെ ഭരണകാലത്ത് വിദേശ സംഭാവന നിയന്ത്രണ നിയമം അതായത് FCRA കർശനമാക്കി. മനുഷ്യാവകാശങ്ങൾ, പരിസ്ഥിതി പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മതപരിവർത്തനം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന NGOകളിലേക്കുള്ള വിദേശ ധനസഹായം വെട്ടിക്കുറച്ചു. ആയിരക്കണക്കിന് NGOകൾക്ക് അവരുടെ FCRA ലൈസൻസ് നഷ്ടപ്പെട്ടു. സുതാര്യതയും സുരക്ഷയും കണക്കിലെടുത്ത് ഇന്ത്യൻ സർക്കാർ ഇതിനെ ന്യായീകരിച്ചു. വിദേശ ഫണ്ടുകൾ വെട്ടിക്കുറച്ചിലൂടെ മോദി ഗവൺമെന്റ് ഇന്ത്യയുടെ അടിത്തട്ടിലെ പാശ്ചാത്യ ജീവകാരുണ്യ സ്വാധീനത്തെ നേരിട്ട് വെല്ലുവിളിച്ചു. ഇത് ഗൂഢാലോചന സിദ്ധാന്തക്കാർ പറയുന്നതനുസരിച്ച് ശക്തമായ അടിത്തറകളെയും സഹായത്തെ മൃദുശക്തിയായി ഉപയോഗിക്കുന്ന സർക്കാരുകളെ പോലും ചൊടിപ്പിച്ചു. ഉദാഹരണത്തിന് ജോർജ് സോറോസിന്റെ OSF എന്ന് പറഞ്ഞ ഫൗണ്ടേഷൻ 2016 സർക്കാർ നിയന്ത്രണങ്ങളാൽ അടച്ചുപൂട്ടിയതായി സമ്മതിച്ചു. FCRA ലംഘനങ്ങൾ ആരോപിച്ച് ആംനസ്റ്റി ഇന്റർനാഷണൽ പോലുള്ള സംഘടനകൾ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ നിർത്താൻ നിർബന്ധിതരായി. ഇവിടെ ആരോപിക്കപ്പെടുന്ന ലക്ഷ്യം പ്രതികാരമാണ്. ഈ അന്താരാഷ്ട്ര NGOകളും അവരുടെ രക്ഷാധികാരികളും മോദിയെ പുറത്താക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു പുതിയ സർക്കാർ വിദേശ ഫണ്ടിങ്ങിനുള്ള വാതിലുകൾ തുറക്കുകയും വീണ്ടും ഇന്ത്യയിലെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യും. തൈവാനാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനാൽ നീട്ടുന്നില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഡീപ് സ്റ്റേറ്റ് ശരിക്കുമുണ്ടോ? ഏതെങ്കിലും ഒരു ശക്തി ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടോ? അതോ BJP പടച്ചുവിടുന്ന ഒരു വാർത്തയാണോ എന്നാണോ നിങ്ങൾ കരുതുന്നത്? ഉറപ്പായും കമന്റ് ചെയ്യുക. ഇതുപോലെ ഏതെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടോ? എന്തായാലും കമന്റ് ചെയ്യുക. നമ്മൾ അതിനെപ്പറ്റി ഉറപ്പായും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.